ഇന്ന് ഞാൻ നാട്ടിൽ വന്നിട്ട് 4th ഡേ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഡോക്കിൻ്റെ ഈ ഒരു ഫേസ് സെറം ഇട്ടു. ഇതല്ല ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന സെറം. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ എയർപോർട്ടിൽ കളഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആയതുകൊണ്ട് പോൺസിൻ്റെ ഈ ഒരു സ്മോൾ ബോട്ടിൽ മോയ്സ്ചറൈസർ മേടിച്ചു. അത് നന്നായിട്ട് ഡ്രൈനെസ് കുറച്ചു ആക്ച്വലി. എൻ്റെ ഫേസ് ഒന്ന് ഓയിലി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പായി. പിന്നെ ഞാൻ ഒരു സൺസ്ക്രീൻ ഇട്ടു, ഗാർണിയറിൻ്റെ. ഇത് എൻ്റെ കയ്യിലുള്ളതായിരുന്നു, അതിട്ടു. പിന്നെ ഗാർണിയറിൻ്റെ തന്നെ വേറൊരു ഫേസ് ക്രീം ഇട്ടു. പിന്നെ ഗാർണിയറിൻ്റെ ഈ ഒരു ക്രീം ഇട്ടു. ഇത് ജസ്റ്റ് ഒരു നോർമൽ ക്രീം, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഭയങ്കര വൈറ്റിഷ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ചെയിൻ ഇട്ടു. വലിയ ഒരുക്കങ്ങളൊന്നും ചെയ്തില്ല. മോർണിംഗ് തന്നെ അമ്പലത്തിൽ പോകാറുണ്ട്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. പിന്നെ ഒരു കുഞ്ഞി കമ്മലിട്ടു. ഞാൻ ആദ്യം സാരിയൊക്കെ കൊടുത്ത് പോകണമെന്ന് വെച്ചു, പിന്നെ എനിക്ക് മടിയായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടു. ഒരു നോർമൽ ലിപ് ബാം, ഏതോ ഒരു ബ്രാൻഡ്. അത് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഫേസസ് കാനഡയിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. പിന്നെ യാർഡ്ലിയുടെ ഒരു പൗഡർ ഇട്ടു. ഞാൻ കോമ്പാക്ട് പൗഡറൊന്നും നോർമലി യൂസ് ചെയ്യാറില്ല. നോർമൽ ടാക്കും പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യാർഡ്ലിയുടെ തന്നെ ഈ ഒരു പെർഫ്യൂം അടിച്ചു. പിന്നെ നോർമലി ഞാൻ കണ്ണെഴുതാറില്ല, പക്ഷേ ഇന്ന് കണ്ണെഴുതാമെന്ന് വെച്ചു. ഞാൻ മസ്കാര ഇട്ട്. പിന്നെ ആ മസ്കാര എൻ്റെ കണ്ണിൽ മൊത്തമായി. ഞാൻ പറഞ്ഞു നോർമലി ഞാൻ എഴുതാറില്ല. പിന്നെ ഞാൻ ട്രൈ ചെയ്തു. അത് കണ്ണൊക്കെ പോയി കഴുകി വന്ന് പിന്നെയും ട്രൈ ചെയ്തു. പിന്നെ ജസ്റ്റ് ഐലൈനർ എഴുതി. ഇത് ആക്ച്വലി 2 സൈഡാണ്. ജെൽ ഐലൈനറും ഉണ്ട്, പിന്നെ ഒരു സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ ഇങ്ങനെ റെഡിയായി.